സംഭവിച്ചത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലുള്ള കരിക്കാട് ശ്രീ സുബ്രഹ്മണ്യ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 2016 ഡിസംബർ 24 മുതൽ 31 വരെ മഹാസ്കന്ദപുരാണ യജ്ഞവും ശ്രീമദ് അയ്യപ്പ ഭാഗവത സത്രവും അരങ്ങേറുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സംരംഭമായിരിക്കും ഇത്. കേരളത്തിലെ അതിപ്രഗത്ഭ പണ്ഡിത ശ്രേഷ്ഠരായ അനേകം തന്ത്രിവര്യന്മാരുടെ സാന്നിധ്യം കൊണ്ട് യജ്ഞസത്രവേദികൾ ധന്യമാകുന്നു. സ്കന്ദപുരാണം എന്ന് പറയുമ്പോൾ മഹാപുരാണങ്ങളിലെ ഏറ്റവും പുരാതനമായിട്ടുള്ളതും 18 പുരാണങ്ങളിൽ 13ാമത്തെ പുരാണവും 81,000 ശ്ലോകങ്ങളടങ്ങുന്ന വളരെ ബൃഹത്തായ ഏറ്റവും വലിയ പുരാണവുമാണ്. ആത്മീയ ആചാര്യന്മാരുടെ പാദസ്പർശം കൊണ്ട് യാഗഭൂമി പാവനമാകുന്നു. പ്രഗത്ഭമതികളും മനീഷികളുമായ നിരവധി ആചാര്യന്മാരുടെ അനുഗ്രഹ പ്രഭാഷണങ്ങളാൽ പവിത്രീകരിക്കുന്ന സത്രയജ്ഞ മണ്ഡപങ്ങൾ. ഇതിലേക്ക് ലോകത്തിലെ എല്ലാ വിഭാഗങ്ങളിലുള്ള ജനങ്ങളെയും മതവിശ്വാസികളെയും ഭക്തജനങ്ങളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വൈദികവും താന്ത്രികവുമായ അനവധി ഹോമ പൂജാദികൾ കൊണ്ട് അത്യധികം ചൈതന്യവർദ്ധകവും ശ്രേഷ്ഠവുമാകുന്നു ക്ഷേത്രാന്തരീക്ഷം. ഒപ്പം ഒരു നാടും ജനതയും പ്രാർത്ഥനാപൂരിതരാകുന്നു. ഏറ്റവും മഹനീയമായ ഈ യജ്ഞത്തിലേക്ക് എല്ലാ നല്ലവരായ ഭക്തജനങ്ങളെയും ഹാർദമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. യാഗസമാനമായ പ്രസ്തുത യജ്ഞസത്ര മഹോത്സവത്തിൽ ഈശ്വരാംശമായ താങ്കളും കുടുംബാംഗങ്ങളും തന്നമന ധനപരമായ സമ്പൂർണ്ണ സഹായ സഹകരണ സാന്നിധ്യങ്ങളിലൂടെ പങ്കാളികളാവുക. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ആ ആപ്തവാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ഈ യജ്ഞത്തിന് ലോകാനുഗ്രഹേത്വർത്ഥം നടത്തപ്പെടുന്ന ഈ യജ്ഞത്തിൻ്റെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ശാരീരികമായിട്ടും മനസ്സുകൊണ്ടും ശക്തി കൊണ്ടും കർമ്മം കൊണ്ടും എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള ഭാഗവാക്കാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. സ്കന്ദപുരാണ മഹായജ്ഞവും ശ്രീമദ് അയ്യപ്പ ഭാഗവത സത്രവും 2016 ഡിസംബർ 24 മുതൽ 31 വരെ. അനാദിയും അനന്തവുമായ കാലത്തിന്റെ ആദിമധ്യാന്തങ്ങളില്ലാത്ത പ്രയാണത്തിനൊപ്പം അനസ്യൂതം ചലിക്കുന്ന ആദിത്യദേവനെ പ്രണമിച്ചുകൊണ്ട് കാലത്തിനൊപ്പം കരിക്കാട് ഉണർന്നു. എന്നും ഉഷസ്സിനൊപ്പം ഉലകിലെത്തുന്ന ഉദയസൂര്യനെ പ്രണമിക്കാതെ ഇല്ല ഈ നാടിന് ഒരു ദിനം പോലും. അത്രമേൽ ഭക്തിവിശ്വാസങ്ങളാൽ അധിഷ്ഠിതമായ ജീവിതങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലുള്ള കരിക്കാട് എന്ന കൊച്ചുപ്രദേശം. ആ ദേശത്തെ ആകട്ടെ ആകമാനം കാത്തുകൊണ്ടിടുന്ന ചൈതന്യ സങ്കേതങ്ങളാണ് കരിക്കാട് ശ്രീ സുബ്രഹ്മണ്യ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇതം ശരീരം കൗന്ഥേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന ഗീതാവചന പൊരുൾ അക്ഷരാർത്ഥത്തിൽ സത്യമാക്കി തീർക്കുന്ന അത്രമേൽ ചൈതന്യവത്തായ ഈശ്വരീയ സങ്കല്പങ്ങൾ കൊണ്ട് ധന്യവും പവിത്രവുമാണ് കരിക്കാട്. പ്രാചീന കേരളത്തിലെ 32 ബ്രാഹ്മണ സങ്കേതങ്ങളിൽ കരിക്കാട് ഗ്രാമത്തിന്റെ ഗ്രാമക്ഷേത്രമാണ് ചിരപുരാതനത്വം പേറി നിലകൊള്ളുന്ന കരിക്കാട് ശ്രീ സുബ്രഹ്മണ്യ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ ക്ഷേത്ര സമുച്ചയത്തിൽ കിഴക്ക് അഭിമുഖമായി തെക്കും തേവര് എന്ന് ഭക്തർ വിളിക്കുന്ന ശ്രീ വേലായുധ സ്വാമിയുടെയും ശ്രീ ബാലമുരുകന്റെയും ഓരോ ക്ഷേത്രവും പടിഞ്ഞാറോട്ട് അഭിമുഖമായി ശ്രീ ധർമ്മശാസ്താവിന്റെ ക്ഷേത്രവുമാണുള്ളത്. ആനപ്പള്ളയോടുകൂടിയ ഉയർന്ന മതിലുള്ള വിസ്തൃതവും വിശാലവുമായ മതിൽക്കകത്ത് ഈ 3 ക്ഷേത്രങ്ങളും പ്രത്യേകം പ്രാകാര രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ചതുരശ്രീകോവിലിൽ ശ്രീ വേലായുധ സ്വാമിയും വട്ടശ്രീകോവിലിൽ ശ്രീ ബാലമുരുകനും വാഴുമ്പോൾ ശ്രീ ധർമ്മശാസ്താവ് ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീലകത്താണ് കുടികൊള്ളുന്നത്. 3 കൊടിമരങ്ങളും 3 വലിയ ബലിക്കല്ലുകളും ബൃഹത്തായ ചുറ്റമ്പലവും കൊണ്ട് പ്രൗഢഗാംഭീര്യത്തോടുകൂടി നിലകൊണ്ടിടുന്ന മഞ്ചേരി കരിക്കാട് ശ്രീ സുബ്രഹ്മണ്യ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രതാപ ഐശ്വര്യാദി സമ്പൽ സമൃദ്ധിയുടേതായ ഒരു കാലഘട്ടത്തിന്റെ സ്മൃതികൾ ഉണർത്തിയിടുകയാണ് ഓരോ ഭക്തമനസ്സിലും. ഉപദേവ സങ്കല്പങ്ങളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ദുർഗാ ഭഗവതി എന്നീ ചൈതന്യങ്ങളെ കുടിവെച്ച് ആരാധിച്ചു വരുന്നു. അനേകം നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊങ്ങുനാട്ടിൽ നിന്നും വന്ന തമിഴ് ബ്രാഹ്മണരാണ് തെക്കും തേവരുടെ ക്ഷേത്രം സ്ഥാപിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 11ാം നൂറ്റാണ്ടിനു മുൻപ് തന്നെ ഈ ക്ഷേത്രം നിലവിലുള്ളതായി മൂഷിക വംശകാവ്യത്തിൽ ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള പരാമർശത്തിൽ നിന്നും മനസ്സിലാക്കാം.
ക്ഷേത്രത്തിൽ കണ്ടെത്തിയിട്ടുള്ള ശിലാലിഖിതങ്ങൾ 10-11 നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന വട്ടെഴുത്ത് ലിപിയിൽ എഴുതപ്പെട്ടവയാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രം പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണെന്ന് ക്ഷേത്രത്തിന്റെ വാസ്തുശില്പത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ ഏകചക്രയിൽ നിന്ന് വന്നവർ എന്ന് വിശ്വസിക്കപ്പെടുന്ന ബ്രാഹ്മണരാണ് അവരുടെ ഭരദേവതയായ ശ്രീ ധർമ്മശാസ്താവിന്റെ ക്ഷേത്രം നിർമ്മിച്ചത്